അവിടെ അബ്രഹാമിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനാകുന്ന ദൈവം. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സബ്ജക്റ്റാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 2, ഇല്ലാത്തതിനെ ഉള്ളവരെ പോലെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ചേർന്നൊരാമയും പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ വചനങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മുടെ ഭൂമിയിൽ അനേക വ്യക്തികൾ വന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലാതെ ഒത്തിരി പേര് വന്നു. ഒത്തിരി ദൈവങ്ങൾ എന്ന പേരിൽ പലരും ഒക്കെ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു. അവരൊക്കെ മനുഷ്യൻ ദൈവമായത് അവിടെ നിൽക്കട്ടെ. അവരെല്ലാം എല്ലാവരും വന്നത് അവരുടെ ഉദ്ദേശം ഒന്നല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനായിരുന്നു. ഒരാളെ കൊന്നിട്ട് ജയമെടുക്കാൻ അവരെല്ലാം അവരെല്ലാം കൊല്ലാൻ വന്നവരാ. അവരാരും ആരെയും ഉയർപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഭൂമിയിൽ വന്ന ദൈവങ്ങൾ എന്ന് പറയുന്നവരാരും തന്നെ ഒരു മനുഷ്യനെയും ഉയർപ്പിച്ചിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിൽ വരാത്ത ചില പ്രവാചകന്മാരുണ്ട്, ചിലരൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും ഒരു മനുഷ്യരെയും ജീവനോടെ ഉയർപ്പിച്ചിട്ടില്ല, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. എന്നാൽ മരിച്ചവരെ ഉയർപ്പിച്ചവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ പേരിൽ അനവധി പ്രവാചകന്മാരെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. അവരൊക്കെ മരിച്ചവരെ ഉയർപ്പിച്ചതായി തിരുവെഴുത്തിൽ കാണാൻ കഴിയും. നമ്മുടെ അരുമനാഥനെ യേശു കർത്താവ് തൻ്റെ ഐഹിക കാലഘട്ടത്തിൽ ഈ ഭൂമി വന്നപ്പോൾ മരിച്ചവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ നമുക്ക് ദൈവം ഒരു ഉയർപ്പ് തരാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മരിച്ചു കിടക്കുന്ന അനുഭവങ്ങൾക്ക് ദൈവം ഒരു മാറ്റം തരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. തിരുവചനം പഠിക്കുമ്പോൾ, പഴയ നിയമ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയും മരിച്ചവരെ ഉയർപ്പിച്ചത് കർത്താവായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഉയർപ്പിച്ചത് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏലിയാവ്. ആരാണ്? ഏലിയാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഏലിയാവ് മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വിധവയുടെ മകനെ ഏലിയാവ് ഉയർപ്പിച്ചത് കാണാൻ കഴിയും. വായിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 17:17. വായി വായിക്കേ. യെസ്. കൊണ്ടുചെന്നു തൻ്റെ കട്ടിൽ മേൽ കിടത്തി യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഏലിയാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കരുത്ത് തോട്ടിൽ ഏലിയാവ് ചൂനച്ചെടികളുടെ ചുവട്ടിൽ തളർന്നു കിടന്നുറങ്ങി. തോട്ടിലെ വെള്ളം പറ്റിയ ശേഷം ദൈവം അവനോട് പറഞ്ഞു, സാരാഫത്തിലേക്ക് നീ പോകുക. സാരാഫത്തിൽ ഒരു വിധവയുടെ വീട്ടിൽ ദൈവം അവന് വേണ്ടി ഭക്ഷണം കരുതി വെച്ചു. ഈ വിധവയെ പറ്റി പറയുന്നത് അവിടെ ഭർത്താവ് മരിച്ചു പോയത്, അതുകൊണ്ട് ആ വിധവയെന്ന് എഴുതിയിരിക്കുന്നത്. ഒരു മോനുണ്ട്, അവിടെ വലിയ ക്ഷാമമാണ്, ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വീട്ടിലില്ല, ജീവിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ അവിടെ കലത്തിൽ ഒരു പിടി മാവും അല്പം എണ്ണയും മാത്രം അവൾക്ക് വീട്ടിലുണ്ട്. ഒരപ്പം ഉണ്ടാക്കാൻ ഒരു പിടി, ഒരു കയ്യിൽ ഒതുങ്ങുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ആ വിധവയായ സ്ത്രീ ഈ മാവ് കൊണ്ട് ഒരപ്പം ഉണ്ടാക്കി അതിനകത്ത് വിഷം ചേർത്ത് തൻ്റെ മകനും കൊടുത്ത് അവർ മരിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന
ഒരു വ്യക്തിയാണ് ഈ വിധവയായ സ്ത്രീ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ സ്ത്രീയുടെ വീട്ടിലാണ് ദൈവം ഏലിയാവിനെ പോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. സരാഫാത്തിലേക്ക് ദൈവം ഏലിയാവിനെ പറഞ്ഞു വിടുമ്പോൾ ഏലിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സരാഫാത്തിൽ വിധവയോട് ഞാൻ നിന്നെ പോറ്റേണ്ടതിന് കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഏലിയാവിനെ ദൈവം പറഞ്ഞു വിടുന്നതിന് മുമ്പേ ദൈവം ഏലിയാവിനോട് പറയുക, ആ വിധവയോട് ഞാൻ കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട്. അല്ലേ? ആ ഭാഗങ്ങളിൽ അങ്ങനെയുണ്ട്, വായിക്കാൻ സമയമില്ല. നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിധവ ഇപ്പം എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ മരിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. ക്ഷാമം കാരണം, പ്രശ്നം കാരണം അവൾ ഈ അപ്പം കൊണ്ട്, ഈ മാവ് കൊണ്ടൊരു അപ്പം ഉണ്ടാക്കി മരിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ദൈവം വന്ന് അവളോട് കൽപ്പിച്ചു, എൻ്റെ അഭിഷിക്തൻ വരുന്നുണ്ട്, നീ അവക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എത്ര പേർക്ക് പിടികിട്ടി? ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഏലിയാവിനേക്കാൾ ദൈവശബ്ദം കേട്ട പുള്ളിയാ ഈ പെണ്ണുപിള്ള. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഏലിയാവിനേക്കാൾ. ഒന്നും കൂടെ പറയാം, ഏലിയാവ് അവിടെ മരിക്കാനിരിക്കുക. ദൈവമേ, ഞാൻ മരിച്ചു, തോട്ടിലെ വെള്ളവും തീർന്നു, ആ പ്രവാചകന്മാരെല്ലാവരെയും കൊന്ന് ഞാൻ ചാകാൻ പോവാന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ ചെന്ന് ഈ വിധവയോട് കൽപ്പിച്ചു, എടി നീ വേണം അവന് ഭക്ഷണം കൊടുക്കാൻ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഒന്നും കൂടെ പറയാം, ഈ വിധവയുടെ അടുക്കൽ ദൈവം വന്ന് കൽപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അഭിഷിക്തൻ നിന്റെ വീട്ടിൽ വരും, നീ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഈ സമയത്ത് വിധവ മരിക്കാൻ വേണ്ടി ഇരിക്കുകയാ. അപ്പം ഉണ്ടാക്കി മരിക്കണം, വിഷം ചേർത്ത് മരിക്കണം. അവൾ എന്ത് ചെയ്തു? അപ്പം ഉണ്ടാക്കി വിഷം ചേർത്ത് മരിക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവൾ വിറക് പെറുക്കാൻ എന്ത് ചെയ്തു? പട്ടണവാതിക്കൽ പോയി എന്ന തിരുവെടുത്ത് എഴുതിയിരിക്കുന്നത്. ചാകാൻ വേണ്ടി ഇരിക്കുന്ന പെണ്ണുമ്പിള്ളയാണെങ്കിൽ ആ വീട്ടിനകത്തെ കസേരയോ മേശയോ തല്ലി ഒടിച്ചിട്ടാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഒരു അപ്പം ഉണ്ടാക്കി കഴിച്ചെന്ത് ചെയ്യാം? ചാകാനാണ്. പിന്നെ ഈ അപ്പം ഉണ്ടാക്കി തിന്നേണ്ട കാര്യമുണ്ട്. വിഷം വായിക്കാത്തിട്ട് ഒഴിച്ചാണെങ്കിലും തീരരുതോ? ഒരു കാര്യം ഉറപ്പാ, ചാകണമെന്ന് അവൾ തീരുമാനിച്ചു എന്നത് സത്യമാണ്. ഹലോ, ഒന്നും കൂടെ പറയാം. ഈ കുഞ്ഞിനൊരു അപ്പം ഉണ്ടാക്കി കൊടുക്കണം. അവസാനമായിട്ട് ഇത്രയും ദിവസം പട്ടിണിയാണ്, എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഇവൻ വയറ് നിറയെ എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഒന്ന് മരിക്കണം. എപ്പോൾ എന്ത് ചെയ്യാം? ആ കുഞ്ഞറിയാതെ ഈ അപ്പത്തിനകത്ത് വിഷം ചേർത്ത് അവനും കൊടുക്കാം, പകുതി എനിക്കും തിന്നെ. ഇങ്ങനെ ഇവൾ തീരുമാനമെടുത്തപ്പോഴാ ദൈവാത്മാവ് വന്നിട്ട് പറയുന്നത്, നീ നിൻ്റെ വീട്ടിനകത്തോട്ട് ഞാനൊരു പ്രവാചകനെ അയക്കും, നീ അവന് ഭക്ഷണം വെച്ച് കൊടുക്കണം. കേൾക്കുന്നവരാമേൻ പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ തീരുമാനമെടുത്തപ്പോൾ തന്നെ ദൈവം എന്ന് പറഞ്ഞു, നിന്റെ തീരുമാനം മാറ്റിക്കോ, ഞാൻ ഒരുവനെ നിന്റെ വീട്ടിലോട്ട് അയക്കാൻ പോവുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, ഇവൾ വിറക് തേടിപ്പോയത് അപ്പം ഉണ്ടാക്കി ചാകാനല്ല. ഈ പ്രവാചകൻ വീട്ടിൽ വരും, അവന് ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ട്, അതിനെ വിറക് പെറുക്കാൻ പോയെ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് പിടികിട്ടുന്നുണ്ട്? വാസ്തവത്തിൽ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം ഉണ്ടാക്കാൻ വിറക് തേടി പോയി. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വിറകെടുക്കാൻ. ഞാൻ പറയുന്നു, അല്ല അല്ല അല്ല. ദൈവം അവിടെ തീരുമാനമെടുത്തപ്പോഴേ പറഞ്ഞു, നിൻ്റെ വീട്ടിനകത്തൊരു പ്രവാചകൻ വരും, ഈ ക്ഷാമകാലം മുഴുവൻ ഞാൻ നിന്നെ പോറ്റും. ഒന്നും കൂടെ പറയാം, ഈ ക്ഷാമകാലത്ത് മുഴുവൻ നിൻ്റെ വീട്ടിനകത്ത് ഞാൻ സമൃദ്ധി തരാൻ പോവുക. ഈ ദൂത് അവൾ അകത്ത് കേട്ടകൊണ്ടാ വിറക് പെറുക്കാൻ പട്ടണത്തിൽ പോയത്. എത്ര പേർക്ക് പിടികിട്ടി? ചാകാനാണെങ്കിൽ അവൾക്ക് ആ മേശ തന്നെ ഒടിച്ച് കത്തിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കി ചത്താ മതി. പക്ഷേ അവളോട് ദൈവ ശബ്ദം എന്നാന്നറിയാവോ? ഈ ക്ഷാമകാലം മുഴുവൻ നിന്നെ ക്ഷേമമായി ഞാൻ പോറ്റാൻ പോവുകയാ. ഈ ദൂത് കേട്ടത് കൊണ്ട് അവൾ വിറക് പെറുക്കാൻ പട്ടണത്തിലേക്ക് ചെന്നത്. പട്ടണത്തിൽ ചെല്ലുമ്പോൾ ദൈവപുരുഷൻ അവിടെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്തിനാ വന്നത്? വിറക് പെറുക്കാനല്ലയോ? എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. നീ വെള്ളം എടുക്കാനെങ്കിൽ എടുക്കാം, കുടിക്കാൻ എടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ എനിക്ക് കഴിക്കാനുള്ള അപ്പം കൂടി എന്ത് ചെയ്യണം? തരണം. അവിടെ പറഞ്ഞ മറുപടി, പ്രവാചകനെ, ഹല്ലേലൂയ, എൻ്റെ കലത്തിൽ ഒരു പിടി മാവേ ശേഷിക്കുന്നുള്ളൂ, അത് ഞാനൊരു അപ്പം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അന്നേരം നീ വന്നത്. പ്രവാചകൻ പറഞ്ഞു, നീ ആദ്യം എനിക്കുണ്ടാക്ക്, ശേഷം നിങ്ങളും. നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? അർത്ഥം, ഒറ്റപ്പിടി മാവേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവൾ വിശ്വാസത്താൽ വിറക് പെറുക്കിക്കൊണ്ട് വരികയാ. എന്നതാ ദൈവം പറഞ്ഞു, ഈ ക്ഷാമകാലം മുഴുവൻ നിൻ്റെ വീട്ടിൽ ഉത്സവം നടക്കാൻ പോവുക. ഈ ക്ഷാമകാലം മുഴുവൻ നിന്റെ വീട്ടിൽ സമൃദ്ധി ഒഴുകാൻ പോവുക. വിറക് പെറുക്കി വെച്ചോളാൻ പറഞ്ഞു. ഇവിടെ വിറക് പെറുക്കി വീട്ടിൽ കൊണ്ടുവന്ന് പ്രവാചക ശിഷ്യൻ ഒരട ഉണ്ടാക്കി കൊടുത്തു. കേട്ടോണമേ,
ഈ അടയുണ്ടാക്കി പ്രവാചകൻ കഴിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ മക്കൾക്ക് ഉള്ളത് നീ പോയി ഉണ്ടാക്കാൻ പറഞ്ഞു. അവിടെ വീണ്ടും കലത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അത്ഭുതം. കാരണം ആകെ ഒരു പിടി മാവേ ഉള്ളായിരുന്നു. ആ മാവെടുത്ത് അപ്പം ഉണ്ടാക്കി. വേറെ മാവ് കലത്തിലില്ല. പക്ഷെ കലത്തിൽ നോക്കിയപ്പോൾ അവൾ വാരിയെടുത്ത അതേ മാവ് കലത്തിൽ കിടപ്പുണ്ട്. തിരുവചനം പറയുന്നു, ആ ക്ഷാമകാലം മുഴുവൻ അവിടെ കലത്തിലെ മാവ് തീർന്നില്ല. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഞാൻ ഓർത്തത് ഇങ്ങനെയാ, ആ കലത്തിനകത്ത് മാവ് പൊങ്ങി 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 അവിടെ ചാക്കും പൊടിയൊന്നും വെച്ചില്ല. പക്ഷെ അവിടെ വാരും തോറും അതിനകത്ത് ഒരു സമൃദ്ധി വന്നു. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, ഒരു വലിയ സമൃദ്ധി തന്നിട്ട് സകല ബാങ്കിലും അക്കൗണ്ട് കൊണ്ടിടാനൊന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തില്ല. പക്ഷെ നിന്റെ പേഴ്സിനകത്തു നിന്ന് ഒരു 100 രൂപയേ ഉള്ളൂ. അത് നീ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വീണ്ടും അത് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ പകലിൽ ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന ശൂന്യമായ ഒരു ഫണ്ടായിരിക്കാം. ആ ഫണ്ട് നീ എൻ്റെ നാമത്തിന് വേണ്ടി എടുക്കുമെങ്കിൽ ഞാൻ പറയുന്നു, നീ എടുത്തത് അവിടെ തന്നെ എൻ്റെ ദൈവം തരും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിനൊരു സ്തോത്രം പറ. ഒരു പിടി മാവേ ഉള്ളൂ. ഇവൾ വാരിയെടുത്തൊരു അടയുണ്ടാക്കി. വീണ്ടും കലത്തിൽ മാവ് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. എങ്കിലും അവൾ ചെന്ന് നോക്കിയപ്പോൾ അവൾ മാവ് ആ കലത്തിനകത്ത് കണ്ടു. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച പറയാം, നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ദൈവജനത തരും. ചുമ്മാ തരത്തില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി കൊടുത്താൽ അതിനെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഈ വിധവയുടെ മകൻ, തിരുവചനം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് കാണുന്നു, അവൾ എന്ത് ചെയ്തു? ഒരു ദീനം പിടിച്ച്, അങ്ങനെയല്ലേ? വായിക്കാം, നമ്മുടെ വായിക്കാൻ പ്ലീസ്. 17:17. അനന്തരം വീട്ടുകാരുത്തിയായ അമ്മയുടെ മകൾ ദീനം പിടിച്ച് കിടപ്പിലായി. മൈക്കെ കൂടെ വായിക്കുന്നത്, ദീനം കടുത്തിട്ട് മൈക്ക് ഓണാക്കിയിട്ട് വായിക്കും. അവന് ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ എലീശയോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാവം ഓർമ്മിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത്? ഈ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ നടന്നു. കലത്തിലെ മാവ് തീരാതെ സമൃദ്ധി ഉണ്ടായപ്പോൾ അവിടെ വീട്ടിലെ തലമുറയ്ക്ക് ഒരു ദീനം പിടിച്ചു. അവർക്ക് എന്ത് പിടിച്ചു? തലമുറയ്ക്ക് ഒരു ദീനം പിടിച്ചു. ദീനം പിടിച്ച് ആ തലമുറ കിടപ്പിലായപ്പോൾ ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതായി. അപ്പോൾ അവൾ എലീശയുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ദൈവപുരുഷനെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത്? 2 കാര്യം അവൾ പറയുന്നു. ഒന്ന്, എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ അവിടെ വന്നത്? വാസ്തവത്തിൽ ഏലിയാവ് ഇതിനാണോ അവിടെ വന്നേ? അല്ല. ദൈവം പറഞ്ഞു, നീ കരീത്ത് തോട്ടിൽ ചോട്ടിൽ നിന്ന് എഴുന്നേറ്റ് സെരാഫാത്തിലേക്ക് പോകണം. അവിടെ ഒരു മിനിസ്ട്രിക്കാണ് പോകുന്നത്. അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചു ഭക്ഷണമൊക്കെ കൊടുക്കാൻ. പക്ഷെ ശ്രദ്ധിച്ചോണം, ഈ പ്രവാചകൻ ആ വീട്ടിൽ വന്നു. സമൃദ്ധി വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ 2 കാര്യം സംഭവിച്ചു. ഒന്ന്, അവിടെ പാപം അവർക്ക് ഓർമ്മ വന്നു. ഒയ്യോ, എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? അവിടെ പാപം അവർക്ക് ഓർമ്മ വന്നു. 2, അവിടെ തലമുറയിൽ ഒരു ദീനം വന്നു. ദീനം അവിടെ കിടക്കട്ടെ. 1, അവിടെ പാപം ഓർമ്മ വന്നു. ഒന്നും കൂടെ പറയാം, ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവിടെ പാപം അവർക്ക് ഓർമ്മ വന്നു. അയ്യോ, എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആഴം പിടികിട്ടി? ഒന്നും കൂടെ പറയാം, ദൈവത്തോട് അവൾ അടുത്തു വന്നപ്പോൾ അവൾ കുറവുള്ളവളാന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അതൊരു വലിയ തിരിച്ചറിവാണ് കേട്ടോ. അതൊരു വലിയ തിരിച്ചറിവാകട്ടോ. ആ തിരിച്ചറിവ് കിട്ടിയവർക്കായി സ്തോത്രം. ഇവിടെ ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന് പോലും പാപബോധമില്ല. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു, അവൻ നിങ്ങളെ സകല സത്യത്തിലും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളെ ഓർപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഒന്നും കൂടെ പറയാം, ദൈവപുരുഷൻ വീട്ടിനകത്ത് വന്നു. വീട്ടിൻ്റെ അവസ്ഥകൾ മാറിയപ്പോൾ അവർക്ക് പാപബോധം ഉണ്ടായി. നല്ലൊരു ആമേൻ പറഞ്ഞ്. അവർക്ക് എന്തുണ്ടായി? പാപബോധം ഉണ്ടായി. അവർക്ക് എന്തുണ്ടായി? നമ്മളാണ് എന്നാ പറഞ്ഞതെന്നറിയോ? അയ്യോ, ഞാൻ വിശുദ്ധയായതുകൊണ്ടാണ് എൻ്റെ കലത്തിലെ മാവ് വർദ്ധിച്ചേ.
അയ്യോ, ഞാൻ ഭയങ്കര വിശുദ്ധനായതുകൊണ്ടാണ്, അയ്യോ ഞാൻ ദൈവസന്നിധിയിൽ ഇത്രയും ഉപവാസവും ഇത്രയും പ്രാർത്ഥനയും ഇത്രയും ദശാംശവും കൊടുത്തത് കൊണ്ടാണ് ദൈവം എൻ്റെ കലത്തിലെ മാവ്. അയ്യോ, തീർത്തും നമ്മൾ 2 സാക്ഷ്യവും പാടി ഒരു പാട്ടും കൂടെ പാടി. എത്രത്തോളം എന്നെ സാക്ഷ്യത്തിന് എഴുന്നേറ്റ് നമ്മളൊരു പാട്ടും കൂടെ പാടി. എന്നെ ഈ വിധവയായ സ്ത്രീയുടെ കലത്തിലെ മാവ് വർദ്ധിച്ചപ്പോൾ അവൾക്ക് സംഭവിച്ചത്, അവൾക്ക് പാപബോധമുണ്ടായി. അവൾ തിരിച്ചറിഞ്ഞു, ഇത്രയും പാപത്തിനകത്ത് ഞാൻ തകർന്നു കിടക്കുന്ന വ്യക്തിയാണെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കലത്തിലെ മാവ് വർദ്ധിപ്പിച്ചല്ലോ എന്നോർത്ത് അവൾ ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ചു. ഒന്നും കൂടെ പറയാം, ദൈവം അത്ഭുതം തരുമ്പോൾ നമ്മളിലെ പാപബോധം പുറത്തു വരണം. ഞാൻ പറഞ്ഞ പിടികിട്ടിയില്ല. എന്തെങ്കിലും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏതാണ്ട് വലിയ വിശുദ്ധനായതുകൊണ്ട് ദൈവം എനിക്ക് എന്തൊക്കെയോ, അയ്യോ അല്ലെന്നേ. ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ ഈ പാപിയായ എനിക്ക് നീ അത്ഭുതം ചെയ്തല്ലോ എന്നുള്ള അനുതാപം നമ്മളിൽ വർദ്ധിക്കണം. എനിവേ, 2, ഇവിടെ കുഞ്ഞിന് ഒരു ദീനം പിടിച്ചു എന്ന് പറഞ്ഞാൽ ശ്വാസം നഷ്ടപ്പെട്ട് മരിച്ചു. ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവൾ ഓടി വന്ന് പ്രവാചകനോട് പറഞ്ഞു, അയ്യോ പ്രവാചകനെ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങി തരിക എന്ന് പറഞ്ഞു. അവനെ അവിടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരിക്കുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്നു അവൻ്റെ കട്ടിലിമേ കിടത്തി. അടുത്തത്, അവൻ പിന്നെ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവന്നു കിടന്നു. എൻ്റെ ദൈവമായ യഹോവ, ഈ കുട്ടിയുടെ പ്രാണൻ അവൻ നിന്ന് മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് അപേക്ഷിച്ചു. 2 കാര്യം. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിയുടെ പ്രാണൻ മടങ്ങി വന്നു. അവിടെ സംഭവിച്ച കാര്യം, എൻ്റെ വിഷയം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഈ ദൂത് ഇവിടെ ഞാൻ നിൽക്കാൻ പോവെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീട്ടിൽ സംഭവിക്കാൻ പോണ കാര്യം എന്നാണെന്നറിയോ? അപ്പൊ ആരാണ് ഈ സ്ത്രീ? അവിടെ പാപം അവൾക്ക് ഓർമ്മ വന്നെങ്കിൽ ഉറപ്പാ ഇവിടെ പാപിനിയായ ഒരു സ്ത്രീയാ. 2, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്ന ഒരു ദുരാത്മാവ് അവിടെ വീട്ടിലുണ്ടായിരുന്നു. 3, അവിടെ തലമുറ ആയുസ് എത്തുന്നതിന് മുമ്പ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. ശ്രദ്ധിച്ചു കേട്ടോണം. പാപത്തിനകത്ത് പിടിക്കപ്പെട്ടത് നിമിത്തം അവിടെ വീട്ടിനകത്ത് അവളെ കൊല്ലാൻ ഒരു ദുരാത്മാവ് വന്നു. സൂയിസൈഡ് എന്ന വ്യാപാരം. അടുത്തത്, ഇവൾ പാപത്താൽ പിടിക്കപ്പെട്ടതുകൊണ്ട് അവിടെ തലമുറയ്ക്ക് ഒരു ദീനമാകുകയും ആ തലമുറ ആയുസ് എത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ പറയാം, ഇവിടെ ജാതകവാരയിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ജാതകത്തിനകത്ത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നതായിരിക്കും എന്നറിയാവോ? ജാതകം എഴുതുന്നൊന്നും സത്യമൊന്നുമില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഇങ്ങനെ അവിടെ തലമുറയ്ക്ക് എഴുതിയ ജാതകം എഴുതിയിരിക്കുന്നത് 12 വയസ്സല്ലേ 14 വയസ്സാകുമ്പോൾ ഇവൻ്റെ തലമുറ മരിക്കും. ആ തലമുറയ്ക്കുള്ള ആയുസ് 12 അല്ലെങ്കിൽ 14 അത് കൂട്ടി വെച്ചോ. ഇവിടെ ആയുസോ, ഇവിടെ ജീവിതം എന്താ? ഇവിടെ ഭർത്താവ് ഇവിടെ വിട്ടു പോകണം, ഇവളൊരു പാപിയായ സ്ത്രീയായി ജീവിക്കണം. ജീവിച്ച് ലാസ്റ്റ് ക്ഷാമം വന്നിട്ട് ഇവളും ഇവിടെ കുടുംബവും ആത്മഹത്യ ചെയ്ത് തകർന്ന് തരിപ്പണമാകണമെന്ന് ജാതകവശാൽ ശത്രു എഴുതി വെച്ചിരിക്കുന്ന അവൻ്റെ എഴുത്തിനെ തിരിച്ചു മറിക്കാനാണ് ദൈവം അവിടെ വീട്ടിൽ പ്രവാചകനെ അയച്ചത്. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ സംഭവിച്ചത് എന്താ? 1, അവിടെ ക്ഷാമം മാറി. 2, അവിടെ പാപത്തിന് പരിഹാരമുണ്ടായി. 3, അവിടെ തലമുറയുടെ ആയുസ്സിനെതിരെ ശത്രു ഒരുക്കിയ പദ്ധതി ദൈവം തകിടം മറിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഈ 3 മേഖലകളിൽ നിങ്ങളുടെ വീട്ടിനകത്ത് അത്ഭുതം ചെയ്യാൻ പോവുക. ഏതൊക്കെയോ പാപബോധം, ഏതൊക്കെയോ പാപത്തിന്റെ കുറ്റത്തെ ദൈവം ഇന്ന് പകൽ മായിച്ചു കളയുന്ന പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യുക. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു, ജീവിതത്തിലെ പ്രതിസന്ധി നിമിത്തം ഏതൊക്കെയോ പാപത്താൽ രോഗത്താൽ പിടിക്കപ്പെട്ട് പാപരോഗത്താൽ വലഞ്ഞു കിടക്കുന്ന കുടുംബമേ, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ പാപത്തെ ഇന്ന് പകൽ അവൻ ഇന്ന് പകൽ മായിച്ചു കളയാൻ പോവുകയോ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. 2, അവളിൽ ഒരു ആത്മഹത്യയുടെ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അവിടെ ജീവിതകാലം മുഴുവൻ എപ്പോഴും മരിക്കണം എന്നുള്ള ചിന്ത അവിടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരുന്നു. ദൈവപുരുഷൻ അവിടെ വീട്ടിൽ വന്നപ്പോൾ ആത്മഹത്യയുടെ ദുരാത്മാവ് അവിടെ വീട് വിട്ടുപോയി. ഹല്ലേലൂയ, ചേർന്ന ദൈവത്തെ സ്തുതിക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഏതൊക്കെയോ ആത്മഹത്യയുടെ സ്പിരിറ്റ് ഈ ദേശം വിട്ടു പോകാൻ പോവുക, നിന്റെ കുടുംബം വിട്ടു പോകാൻ പോവുക, നിന്റെ വീട്ടിനകത്തുനിന്ന് ആ സ്പിരിറ്റ് അഴിയാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ.
മാറട്ടെ. അടുത്തത് മൂന്നാമത്തതാണ് അവിടെ തലമുറയുടെ ആയുസ്. ഒന്നും കൂടെ പറയാം, ശത്രു അവിടെ തലമുറയ്ക്കിട്ടിരുന്ന ആയുസ്. എത്രയാ പ്രായമൊന്നും എനിക്കറിയത്തില്ല, ബാലകനല്ലേ. എനിക്ക് വന്ന 10, 12, 14 വയസ്സുള്ള ഒരു പയ്യനാ. ആ പയ്യന് 12 വയസ്സിൽ അവൻ്റെ ജാതകത്തെ ശത്രു എഴുതി ക്രോസ് ചെയ്തു, ഇവിടം വരെ ഇവന് ആയുസുള്ളൂ. പക്ഷെ ദൈവപുരുഷൻ അവിടെ വീട്ടിൽ വന്നപ്പോൾ മൂക്കിനകത്തൊന്ന് ശ്വാസം പോയ തലമുറയ്ക്ക് ജീവൻ മടക്കി കിട്ടി. ഒന്നും കൂടെ പറയാം, നഷ്ടപ്പെട്ട അവൻ്റെ ആയുസ് ദൈവം മടക്കി തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ ഇവിടെ വന്നത് നിന്റെ വീട്ടിനകത്തെ ക്ഷാമം മാറ്റി, നിന്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞ് നിന്റെ ആയുസിനെ ദീർഘിപ്പിച്ച് തന്ന് നിന്റെ തലമുറയെ ദേശത്ത് വളർത്തത്തില്ലെന്ന്, നിന്റെ തലമുറ ദേശത്ത് ഉയരുകയില്ലെന്ന്, ആമേൻ, നിന്റെ തലമുറയുടെ ആയുസിനെതിരെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽ തകർത്ത് കളഞ്ഞ് ആയുസ്സും ആരോഗ്യം തന്ന് നിന്റെ വീട്ടിനകത്തുനിന്ന് മരണത്തെ മാറ്റാനാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അത് വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഏതൊക്കെയോ മരണക്കെട്ടുകൾ ആയുസ്സിനെതിരെ വെല്ലുവിളിക്കുന്ന തലമുറകളുടെ ആയുസ്സിനെതിരെ ആത്മാവനോട് പറയുന്നു, തലമുറകളെ ആയുസ്സെത്തുന്നതിന് മുമ്പ് വഴിയിൽ കൊന്നുകളയാൻ ശത്രു ഒരുക്കുന്ന ആയുസ്സിനെതിരെ വെല്ലുവിളിക്കുന്ന ചില സ്പിരിറ്റുകളെ ദൈവാത്മാവ് അടിച്ചുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പോരാ പോരാ പോരാ. യെസ്, മരിച്ചതിനെ ഉയർപ്പിക്കുന്നവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം ഒരു അത്ഭുതം നമ്മുടെ വീട്ടിനകത്ത് ചെയ്യാൻ പോവുക. അടുത്ത ഒരു വിഷയം എലീശയുടെ കാലഘട്ടത്തിലാണ് നടന്നത്. ആമേൻ. എലീശയുടെ 2 രാജാക്കന്മാരുടെ പുസ്തകം, ആമേൻ, 24-ാം അധ്യായം 32. 2 രാജാക്കന്മാർ 4:32. ആ വിഷയം കൂടെ വായിക്കുമ്പോൾ അവിടെയും മറ്റൊരു അത്ഭുതം കാണാൻ കഴിയും. ആ മൈക്കെ കൂടെ വായിക്കും. ഏലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ബാലന്റെ വായ്മേലും അവന്റെ അവന്റെ കണ്ണിന്മേലും അവന്റെ ഉള്ളംകൈകൾ അവന്റെ ഉള്ളംകൈമേലും വെച്ച് അവന്റെ മേൽ കവണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കേ. ഇവിടെ തിരുവചനം വായിക്കുമ്പോൾ എലീശയുടെ കാലഘട്ടത്തിൽ ശൂര്യങ്കാരത്തി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവൾ വിധവയായിരുന്നു. അവൾ ഒത്തിരി സമ്പത്തൊക്കെ ഉള്ളൊരു വീട്ടിനകത്ത് പാർക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ അവള് എലീശയെ കണ്ടിട്ട് ആ ദൈവപുരുഷന് വേണ്ടി ഒരു വീട്, ഒരു റൂം അവൾ പണിതുണ്ടാക്കി. ആ ചരിത്രമെല്ലാം കഴിഞ്ഞ് ദൈവം അവക്കൊരു തലമുറയെ കൊടുത്തു. ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരുന്ന ഒരു സമയത്ത് അവളുടെ ഭർത്താവ് വൃദ്ധനായിരുന്നുവെന്ന് തിരുവെഴുത്തിൽ പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ തലമുറ മരിച്ചു പോകുവാനിടയായി, മരണം കണ്ടു. ഉടനെ ഇവള് പ്രവാചകന്റെ അടുക്കിലേക്ക് ആളെ വിട്ടു, അല്ലെങ്കിൽ ഇവൾ ഓടി വന്നു. ആ വചനം വായിക്കുമ്പോൾ ഇവൾ ദൂരത്തുനിന്ന് വരുന്നത് കണ്ടു. മനോവിഷമത്തോടെ വരുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ ഗേഹസി ശിഷ്യനെ പറഞ്ഞു വിട്ടു. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അവളോട് പറഞ്ഞില്ല. അവൾ ഓടി പ്രവാചകന്റെ അടുക്ക വന്ന് ഈ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നു, 32-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ തലമുറ മരിച്ചു കിടക്കുകയാ. അടുത്തത്, ഏലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിൽമേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ ശൂലേം കരുതി ഏലീശയ്ക്ക് തൻ്റെ വീട്ടിനകത്തൊരു റൂം തന്നെ കൊടുത്ത ഒരു വ്യക്തിയാണ്, ഒരു പ്രയർ ഹാൾ. ആ പ്രയർ ഹാൾ പണിത് കൊടുത്തു.
ഏലീശയ്ക്ക് അവിടെ ഒരു കട്ടിലുണ്ട്. അവിടെ വന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇപ്പം ഏലീശയില്ല, അവൻ പർവ്വതത്തിൽ ഇരിക്കുകയാണ്. ഈ കുഞ്ഞ് വീട്ടിൽ മരിക്കുന്നത്. ഈ കുഞ്ഞ് മരിച്ചപ്പോൾ ഭർത്താവ് അറിയാതെ ഇവളെന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ ഏലീശ കിടക്കുന്ന കട്ടിലിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് ഏലീശയുടെ അടുക്കൽ അവൾ ഓടിച്ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ഏലീശ വന്ന് താനും ഭാര്യനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അടുത്തത്, പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു. തൻ്റെ വായി ബാലൻ്റെ വായുമേലും തൻ്റെ കണ്ണവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളുടെ മേലും വെച്ച് അവൻ്റെ മേൽ കവിണ്ണ് കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അർത്ഥം, മരിച്ചുപോയ തലമുറ അവിടെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ. നോക്കിക്കേ, ആ സ്ത്രീ ഒരു പ്രവാചകന് വേണ്ടി ഒരു റൂം തന്നെ ഉണ്ടാക്കി കൊടുത്തവളാണ്. പക്ഷേ അവിടെ വീട്ടിനകത്തൊരു മരണം വന്നു. പക്ഷേ അഭിഷിക്തൻ വന്ന് ആ മരിച്ചുപോയ തലമുറയെ ഉയർപ്പിച്ചു. എൻ്റെ വിഷയം മറക്കണ്ട, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ യേശുവിനെ പറ്റി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു 3 പേരെ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കാണാൻ കഴിയുന്നു. 1 നയിൻ പട്ടണത്തിലെ വിധവ, 2 യായിറോസ്, 3 എന്ത് ചെയ്തു? 3 ലാസർ. ഈ 3 പേരെയാണ് യേശു ഉയർപ്പിക്കുന്നത്. 1 നയിൻ പട്ടണത്തിലെ വിധവ. വായിക്കാൻ നേരമില്ല. പട്ടണത്തിലെ വിധവ, അവിടെയും എഴുതിയിരിക്കുന്നു, ഭർത്താവില്ലാത്ത ഒരു വിധവയായ സ്ത്രീ, ഏക മകനേ ഉള്ളൂ. ആ മകനെ ജീവിച്ചിരിക്കുക. അവനൊരു ദീനം വന്ന് ആ തലമുറ മരിച്ചു. ആ തലമുറയുടെ ഡെഡ് ബോഡി പട്ടണവാതിക്കലേക്ക് അടക്കാൻ കൊണ്ടുവരുന്ന വഴിയിൽ യേശു കർത്താവ് അടുത്ത് ചെന്ന് ആ ഡെഡ് ബോഡിയിൽ അല്ലെങ്കിൽ ആ മഞ്ചത്തെ തൊട്ടപ്പോൾ തന്നെ ചുമക്കുന്നവർ നിന്നു. കർത്താവ് ആ ബാലനെ ഉയർപ്പിച്ചു. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അടുത്തത് യായിറോസിൻ്റെ തലമുറയെ നമുക്കറിയാം. 12 വയസ്സുള്ള യായിറോസിൻ്റെ തലമുറ ദീനം പിടിച്ചു മരിച്ചു. യായിറോസ് യേശുവിൻ്റെ അടുക്ക വന്ന് സമീപിച്ചു പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ യേശുവിനെ വിളിച്ചു. പട്ടണത്തിൽ നിന്ന് യേശുവിനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ ബാല്യക്കാർ വന്ന് പറഞ്ഞു, ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട കുഞ്ഞ് മരിച്ചുപോയി. എന്നിട്ടും യേശു അവിടെ വീട്ടിൽ ചെന്നിട്ട് മരിച്ചു കിടന്നവനെ ഉയർപ്പിക്കാനിടയായി. ചേർന്ന് നല്ലൊരു ആമേൻ പറയാം. അടുത്തത് നമുക്കറിയാവുന്ന സുപരിചിതമായ വിഷയമാണ് ലാസറിൻ്റെ ചരിത്രം. 4 നാളായി മരിച്ച് കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട ലാസറിനെ കർത്താവ് കല്ലറവാതിക്കൽ വന്ന് ഉയർപ്പിച്ചു. അർത്ഥം, നാറ്റം വെച്ച് കിടന്നവൻ കർത്താവിൻ്റെ ശബ്ദത്താൽ ജീവൻ പ്രാപിച്ച് പുറത്തു വന്നു. ഈ 3 വിഷയങ്ങൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ നടന്നു. ഒന്നും കൂടെ പറയാം, യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അധികാരമുണ്ട്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഈ അബ്രഹാമിൻ നമ്മൾ വായിച്ച വിഷയം റോമാലേഖനം 4-ാം അധ്യായത്തിലെ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു ചെയ്യുന്നവനുമായ അബ്രഹാമിൻ്റെ ചരിത്രമാണ് ആ അധ്യായത്തിനകത്ത് വായിക്കുന്നത്. അബ്രഹാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഏകദേശം 99 വയസ്സ് പ്രായമുള്ള മനുഷ്യനായിരുന്നു അബ്രഹാം. 75-ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തെ കണ്ടത്. തലമുറകളിലായിരുന്നു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതികളെ തരും. ഇപ്പോൾ 99 വയസ്സുള്ളപ്പോൾ തിരുവചനം പറയുന്നു, അബ്രഹാം വാർദ്ധക്യം ചെന്നവനായി മാറി. ഒന്നും കൂടെ പറയാം, തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നു, അബ്രഹാമിൻ്റെ ജീവിതം, അല്ലെങ്കിൽ ആ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിർജീവമായ അവസ്ഥയിൽ ആയിരുന്നു. റോമാലേഖനം 4:19 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ആമേൻ, അബ്രഹാമിൻ്റെ ബോഡി ഡെഡ്, ആമേൻ, ഓൺ ഹിസ് ഓൺ ബോഡി നൗ ഡെഡ്. അടുത്തത് സാറയെ പറ്റി പറയുന്നു, സാറയുടെ വോംബ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം, ഡെഡ്നസ്, മരിച്ച അനുഭവത്തിലായിരുന്നു സാറയുടെ ഗർഭപാത്രം. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത അനുഭവം. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെപ്പറ്റി വചനം പറയുന്നു, നിർജീവമായി പോയി. ജീവൻ ഉണ്ടെന്നേ പേരുള്ളൂ, മുഴുവൻ ഡെഡായി കിടക്കുന്ന അനുഭവം. സാറയെപ്പറ്റി പറയുന്നു, അവർക്ക് ജീവനുണ്ട്, പക്ഷെ അവിടെ ഗർഭപാത്രം മരിച്ചു കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണ് ദൈവം അവർക്ക് തലമുറയെ കൊടുത്തത്. ഒന്നും കൂടെ പറയാം, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഡെഡായി കിടക്കുന്ന ശരീരം
ശരീരഭാഗങ്ങൾ ജീവൻ വെച്ച് പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിർജീവമായി കിടക്കുന്ന അനുഭവങ്ങളെ പോലും ജീവൻ വെപ്പിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. അതൊരു പക്ഷേ നിങ്ങളുടെ ശരീര അവയവങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശരീരമായിക്കൊള്ളട്ടെ, ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറയാം, നിങ്ങളുടെ മനസ്സായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സമ്പത്തായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, ആയുഷായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, എന്താണെങ്കിലും നിർജീവമായി കിടക്കുന്നതിനെ ജീവിപ്പിച്ചെടുക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഇന്ന് പകൽ ഈ സന്ദേശം പറയുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവം മടക്കി തരാൻ പോവുകയാണ്. ആരോഗ്യമെല്ലാം പോയി ക്ഷീണിച്ച് ഡെഡായി കിടക്കുന്ന അനുഭവം പോലെയാണോ നിങ്ങളുടെ ശരീരം? ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, അതിനകത്തൊരു ജീവൻ ദൈവം തരാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ച് മരിച്ച അനുഭവത്തിലായിരിക്കാം കിടക്കുന്നത്, ഒന്നിനും ഒരു മനസ്സില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലത്തെ സന്ദേശത്തിനകത്ത് നിങ്ങളുടെ മനസ്സിനെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ശരീര അവയവങ്ങൾ ക്ഷീണിച്ച് ബലഹീന അവസ്ഥയിൽ കിടക്കുകയാണോ? ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ഈ ദൈവവചന സന്ദേശത്തിനകത്ത് നിങ്ങളുടെ അവയവങ്ങളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങളുടെ സാമ്പത്തിക മേഖല ഡെഡായി കിടക്കുകയാണോ? ഒരിക്കലും ചലിക്കാതെ കിടക്കുകയാണോ? ഇന്ന് പകൽ ഈ സന്ദേശത്തിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ദൈവം ഒരു പുതുജീവൻ തരും. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, മരിച്ചതിനെ ഉയർപ്പിക്കുന്നവൻ ഇന്ന് പകൽ ഇവിടെ വന്നത് നിന്നെ ഉയർപ്പിക്കാനാ. നിന്റെ സമസ്ത മേഖലയ്ക്കകത്തും ഇന്ന് പകൽ ജീവൻ ലഭിക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ ഇങ്ങനെ പറയാം, നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, യഹോവ സിയോനിൽ നിന്ന് കരം നീട്ടി നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബത്തെയും ജീവിപ്പിക്കും. അങ്ങനെയാണ് ഞാൻ വീണ്ടും അതിനോട് ചേർന്ന് പറയാം, ഡെഡായി കിടക്കുന്ന, ഡെഡ്നെസ്സായി കിടക്കുന്ന, മരിച്ച അനുഭവത്തിൽ കിടക്കുന്ന നമ്മുടെ സമസ്ത മേഖലകൾക്കകത്തും ഇന്ന് പകൽ ഒരു ഉയർപ്പ് ദൈവം തരും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ശോഷിച്ച് കിടക്കുന്ന നിന്റെ ബിസിനസ്സിനകത്ത് ആമേൽ കണ്ടാൽ നിന്റെ ബിസിനസ് മരിച്ചു കിടക്കുന്ന പോലെയാ. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയല്ല, നല്ല പച്ചപ്പും ഉഷാറും ഉണ്ടായിരുന്നു, എന്നാൽ നിന്റെ ബിസിനസ് എല്ലാം മരിച്ചു കിടക്കുക. ഞാൻ ഇന്ന് പകരം ഈ വാക്ക് പറയുമ്പോൾ നിന്റെ മരിച്ച ബിസിനസ്സിനെ ദൈവം എഴുന്നേൽപ്പിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? മരിച്ചു കിടക്കുന്ന നിന്റെ തലമുറകൾ ദൈവസന്നിധിയിൽ ജീവനുള്ളവരായിരുന്നു, എന്നാൽ ഇന്ന് ജീവനില്ലാത്തവരെ പോലെ മരിച്ചു കിടക്കുകയല്ല നിന്റെ തലമുറ. ഞാൻ ഇന്ന് പകൽ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി തകർന്നു പോയി അതിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. എത്ര പേർക്ക് നല്ല ഒരു ആമേൻ പറയാൻ കഴിയുന്നുണ്ട് ഈ വചനത്താൽ? ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയാം, എല്ലാ മേഖലകളിലും ഈ ആഴ്ചകളിൽ ദൈവം നമുക്കൊരു ഉയർപ്പ് തരാൻ പോവുക. ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് നിർത്തുകയാ. മരിച്ചതിനെ ഉയർപ്പിക്കുക, അടുത്തത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു തരാൻ കഴിയുന്ന ദൈവം. ഞാൻ അതിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് നമ്മൾ നിലവിളിച്ചു. അവർ നിലവിളിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ലിവ്യാതാന്റെ തല തകർത്ത് ജനത്തിന് കാടപ്പക്ഷികളെ ഒരുക്കി കൊടുത്തു. കടലിൽ കിടക്കുന്ന ലിവ്യാതാന്റെ തല തമ്പുരാൻ തകർത്തിട്ട് അവർക്ക് കാടപ്പക്ഷികളാക്കി ദൈവം കൊടുത്തു. മരുഭൂമിയിൽ എവിടെ ഭക്ഷണം കിട്ടും? ദൈവം വിചാരിച്ചാൽ അതും നടക്കും. ഇങ്ങനെ ഞാൻ പറയാം, വിളിച്ചു വരുത്തി ദൈവം അവർക്ക് കാടകളെ കൊടുത്തെങ്കിൽ ഞാൻ ഈ പകലിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ചിലതിനെ ദൈവം വിളിച്ചു വരുത്താൻ പോവുക. നിന്റെ ശൂന്യതകളെ ദൈവം മാറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം, ചില കച്ചവടങ്ങൾ ദൈവം വിളിച്ചു വരുത്തും, ചില നന്മകൾ ദൈവം നിനക്ക് വിളിച്ചു തരും, ചില അനുഗ്രഹങ്ങൾ ദൈവം നിന്നെ വിളിച്ചു വരുത്തും, ചില ശുശ്രൂഷകൾ ദൈവം നിനക്ക് വിളിച്ചു തരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആത്മാക്കളെ തരിക എന്ന് കിഴക്കിനോട് തെക്കിനോട് പടിഞ്ഞാറിനോട് വടക്കിനോട് കൽപ്പിക്കുക എന്ന ദൈവവചനമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ആത്മാക്കളെ ദൈവം വിളിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 4-ാം അധ്യായം 5-7 വാക്യങ്ങൾ വേഗം വായിച്ച് ഈ സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. യെശയ്യാവ് 43-ന്റെ 4, 5, 6, 7 വാക്യങ്ങൾ. 43-ന്റെ 4, 5, 6, 7 ആർക്കെങ്കിലും കിട്ടിയെങ്കിലും വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചു വിടാൻ പോവുക. യെശയ്യാപ്രവചനം 45-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം വാക്യം. 45-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. 45-ന്റെ 4, 5, 6 വാക്യങ്ങൾ. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം എൻ്റെ ഭൃത്യനായ ഇസ്രായേൽ ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കും, ഞാൻ നിന്നെ